അങ്ങനെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു എവിക്ഷൻ പ്രമോയിലൂടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒരു സ്പോട്ട് എവിക്ഷൻ അല്ലെങ്കിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പം ഓൾറെഡി എല്ലാവർക്കും അറിയാം, പക്ഷേ അത് ഇന്നാണെന്നുള്ളത് ചിലർക്ക് അറിയില്ലായിരിക്കും. മേ ബി അവർ ഫ്രൈഡേ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എനിവേ ആ ഒരു എവിക്ഷൻ ഇന്നാണ്. അപ്പം നമ്മുടെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അനു, അതേപോലെ ആദില, നൂറ, ഷാനവാസ്, അക്ബർ, അനീഷ്, നെവിൻ, ഇത്രയും പേരാണ്. അപ്പം ഓൾറെഡി അവർ സ്ട്രെസ്ഫുള്ളായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഓൾറെഡി കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ പലരെയും ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കുക. അനുവിന് കുറേ തിരിച്ചടികൾ, അതേപോലെ കുറേ ആൾക്കാർ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാനസികമായിട്ട് തളർത്താൻ വേണ്ടി ട്രൈ ചെയ്തു. അതേപോലെ ഇന്നലെ അക്ബർ തകർന്ന് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിലിങ്ങനെ പറഞ്ഞു, കുറച്ച് PR വർക്ക് അനു ചെയ്ത് കൂട്ടുന്നത് കാരണം അക്ബറിന് കുറേ നെഗറ്റീവ് ഉണ്ടെന്നും. അതേപോലെ അനുവിൻ്റെ ആ ഒരു നോയിലൂടെ അനീഷേട്ടൻ കുറച്ച് തളർന്നു, മനസ്സിലെങ്കിലും തളർന്നു കാണുമല്ലോ, പുള്ളി പുറമേ കാണിക്കുന്നില്ലെങ്കിലും. ഷാനവാസിനെ അക്ബറൊക്കെ തേച്ച ഒരു നിമിഷമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പുറത്തുനിന്ന് വന്ന ആൾക്കാർ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ. ആദില, നൂറ പിന്നെ അതപ്പതിച്ച സമയമാണ്. അങ്ങോട്ടെന്നില്ല ഇങ്ങോട്ടെന്നില്ല, ചാടി കളിച്ച് തകർന്നിരിക്കുന്ന നിമിഷമാണ് ആദില, നൂറ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇപ്പം പോകാൻ സാധ്യത ഉള്ളവരായിട്ട് കാണുന്നത് ആദില, നൂറ, നെവിൻ, ഈ 3 പേര്, അല്ലെങ്കിൽ ഷാനവാസിനെ പറയാൻ പറ്റില്ല, കാരണം ഷാനവാസിന് ഒരു നല്ല ഫാൻ ബേസ് തന്നെ ഉണ്ട്. അപ്പോൾ ആദില, നൂറ, നെവിൻ, ഇവരിൽ 3 പേരിലായിരിക്കും ഒരാൾ പോകാൻ സാധ്യതയുള്ളത്. പ്രോബബ്ലി അത് ആദില തന്നെ ആവാനാണ് വഴി. കാരണം ഉള്ളതിൽ ഇപ്പം ഏറ്റവും കുറവ് വോട്ട് കിട്ടാൻ സാധ്യത ഉള്ളത് ആദിലയ്ക്കാണ്. അതേപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും കാണിക്കുന്ന വ്യക്തിയും പ്രശ്നങ്ങൾക്ക് പുറമെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയും ആദിലയാണ്. അപ്പം ബോംബുകൾ കൊടുത്തിട്ടുണ്ട് 7 പേർക്കും ഓരോ ബോംബ്. അത് പൊട്ടിക്കുന്ന സമയത്ത്, അതായത് ആ ഒരു വയറ് കട്ട് ചെയ്യുന്ന സമയത്ത് റെഡ് കളറ് പുക ആരുടെ ബോംബിൽ നിന്നാണോ പോകുന്നത് അയാൾ ഔട്ടാകും എന്നുള്ള രീതിയിലാണ് മിഡ് വീക്ക് എവിക്ഷനിലെ ആ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഭയങ്കര ഫിയറോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനുണ്ട്. ഇവരുടെ ആ ഒരു നിമിഷം ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊന്ന് കോപ്പപ്പായി അല്ലെങ്കിൽ ഒരു പാച്ചപ്പായി വന്ന ഒരു സമയം കൂടിയായിരുന്നു. നമ്മുടെ അനു, ആദില, നൂറ, അങ്ങനെ എല്ലാവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അവർ ഒരുമിച്ചൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്നൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല, എങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം, ആരാണ് എവിക്റ്റ് ആകുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ആദില തന്നെ ആവാനാണ് ചാൻസ്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.